നാം കേട്ടുപരിചയിച്ച ആ ഗീതത്തിൻ്റെ സ്രഷ്ടാവ് ഗാന്ധിജി ആയിരുന്നില്ല. അദ്ദേഹം പാടിയത് കേവലമൊരു പാരഡിയായിരുന്നു എന്ന വസ്തുത നാം അറിയേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ മതേതരത്വം അന്നേ ഏകദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന ഒന്നായിരുന്നു. ഗാന്ധിജിയുടെ വായിൽ നിന്ന് രഘുപതി രാഘവയുടെ ബാക്കി ഒറിജിനൽ വരികൾ കേൾക്കാൻ കാത്തിരുന്ന ജനത കേട്ടത് അതിൻ്റെ വികൃതമാക്കപ്പെട്ട പാരഡിയായിരുന്നു. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ. ഏവർക്കും നേർക്കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം. മര്യാദാ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്ന ഈ ഭജൻ കേട്ടിട്ടില്ലാത്ത ഭാരതീയർ ചുരുങ്ങും. മഹാത്മാഗാന്ധിയുടെ ഇഷ്ടഗീതമെന്ന നിലയിൽ ഭാരതീയർ ഏറ്റുപാടിയതാണ് ആ ഗാനം. പക്ഷേ നാം കേട്ടുപരിചയിച്ച ആ ഗീതത്തിൻ്റെ സ്രഷ്ടാവ് ഗാന്ധിജി ആയിരുന്നില്ല. അദ്ദേഹം പാടിയത് കേവലമൊരു പാരഡിയായിരുന്നു എന്ന വസ്തുത നാം അറിയേണ്ടതുണ്ട്. നമ്മുടെ രാമഭജനയുടെ സ്രഷ്ടാവായി പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ ലക്ഷ്മണാചാര്യയാണ്. അദ്ദേഹം എഴുതിയ പഴയ ഗ്രന്ഥമായ ശ്രീ നാമരാമായണത്തിൽ നിന്നാണ് ഗാന്ധിജി ഈ വരികൾ എടുത്തത്. ഈ ഭക്തിഗാനത്തിൻ്റെ ഉത്ഭവത്തിന് രാമചരിതമാനസ് എഴുതിയ തുളസീദാസിനാണ് ചിലർ ക്രെഡിറ്റ് നൽകിയിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലെ മറാത്തി കവിയും സന്യാസിയുമായിരുന്ന രാംദാസാണ് ഇത് സൃഷ്ടിച്ചതെന്ന് മറ്റു ചിലർ പറയുന്നു. ഭജനയുടെ ഉത്ഭവം എന്തായാലും അതിൻ്റെ വരികൾ ശ്രീരാമൻ്റെ ഇതിഹാസത്തിൽ ആഴത്തിൽ വേരൂന്നിയതായിരുന്നു. ഭാരതത്തിലെ രാമഭക്തർ അന്നുവരെ ഭക്തി നിർഭരമായി ആലപിച്ചതായിരുന്നു ആ വരികൾ. രചയിതാവ് ആരാണെങ്കിലും പവിത്രമായ ഈ രാമഭജനയെ കേവലമൊരു മാർച്ചിങ് സോങ്ങാക്കി മാറ്റുകയായിരുന്നു ഗാന്ധിജി. മാർച്ചിങ് സോങ് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് തിരിച്ചറിയാൻ വിഷമമില്ല. വരിക വരിക സഹചരി സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോക നാം എന്നത് ശ്രീമാൻ അംശി നാരായണപിള്ള എഴുതി കേരളം ഏറ്റുപാടിയ മാർച്ചിങ് സോങ്ങാണ്. രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം സുന്ദര വിഗ്രഹ മേഘശ്യാം ഗംഗാ തുളസി സാളഗ്രാം ഭദ്രഗിരീശ്വര സീതാറാം ഭഗത് ജനപ്രിയ സീതാറാം ജാനകി രമണ സീതാറാം ജയ ജയ രാഘവ സീതാറാം. ഇതാണ് രാംധുനിൻ്റെ യഥാർത്ഥ വരികൾ. മധ്യേന്ത്യയിലെ രാമഭക്തർ പരമ്പരയാ ഏറ്റുപാടിയത് ഈ വരികളാണ്. എന്നാൽ 1930 മാർച്ചിൽ സബർമതി മുതൽ ദണ്ഡി വരെ 24 ദിവസം നീണ്ട കാൽനട യാത്രയിൽ ഗാന്ധിജി തിരഞ്ഞെടുത്തത് ശ്രീരാമചന്ദ്രൻ്റെ പാവനമായ ഈ ഗീതമാണ്. രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന് അതിലെ മാർച്ചിങ് സോങ്ങായി ഗാന്ധിജി പാടി. ജനങ്ങൾ അത് ഏറ്റുപാടി. ലക്ഷ്മണാചാര്യ എഴുതിയ ഈ രാമഭക്തി ഗാനം പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പലൂസ്കർ നൽകിയ ഈണത്തിൽ പാടുന്നത് അവർക്ക് അത്രമേൽ പരിചിതമായിരുന്നു. ശ്രീരാമഭക്തി നിറഞ്ഞൊഴുകുന്ന വരികൾ കൊണ്ടും ഹൃദ്യമായ സംഗീതം കൊണ്ടും ആ കാലത്ത് ജനങ്ങളാകെ ഇഷ്ടപ്പെടുന്ന ഒന്നായിരുന്നു ആ ഗാനം. അന്നത്തെ വലിയ സംഗീത വിദ്വാനായ പലൂസ്കർ തന്നെ എത്രയോ വേദികളിൽ ഇത് പാടിയിരിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഇന്ന് കേൾക്കുന്ന ഈണത്തിൽ ചിട്ടപ്പെടുത്തിയതിൻ്റെ ബഹുമതിയും പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പലൂസ്കർ ജിക്കാണ്. എന്നാൽ അന്ന് ഗാന്ധിജിയുടെ വായിൽ നിന്ന് രഘുപതി രാഘവയുടെ ബാക്കി ഒറിജിനൽ വരികൾ കേൾക്കാൻ കാത്തിരുന്ന ജനത കേട്ടത് അതിൻ്റെ വികൃതമാക്കപ്പെട്ട പാരഡിയായിരുന്നു. സീതാറാം സീതാറാം ഭജ് പ്യാരേ തൂ സീതാറാം ഈശ്വര അള്ളാ തെരേ നാം എന്നാണ് ഗാന്ധിജി പാടിയത്. പിന്നീട് കുറെ കാലം കൂടി കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി ഭജ്മന് പ്യാരേ സീതാറാം എന്ന പല്ലവിക്ക് പകരം ഭജ്മന് പ്യാരേ രാമറഹീം ഭജ്മന് പ്യാരേ കൃഷ്ണ കരീം എന്നുകൂടി എഴുതി ചേർത്തു. ഭാരതത്തിൻ്റെ മതേതരത്വം അന്നേ ഏകദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന ഒന്നായിരുന്നു. മഹാത്മാഗാന്ധി സംസാരിച്ച രാമന് അയോധ്യയുടെ ഭരണാധികാരിയും ദശരഥ മഹാരാജാവിൻ്റെ പുത്രനുമായ മര്യാദാ പുരുഷോത്തമനായ രാമനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് 1946 ഏപ്രിൽ 28 മഹാത്മാഗാന്ധി ഹരിജൻ മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. ചരിത്രത്തിൻ്റെ ആ ദശാസന്ധിയിൽ 1528 അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ ആ മഹാക്ഷേത്രം തകർത്തത് ഹൈന്ദവ സമൂഹത്തോട് ചെയ്ത
തിരുത്തേണ്ടിയിരുന്ന ഒരു വലിയ തെറ്റാണ്. രാംധുനെ വികൃതമാക്കി അവതരിപ്പിച്ചത് അതേപോലെ തന്നെ തിരുത്തപ്പെടേണ്ടിയിരുന്ന മറ്റൊരു വലിയ തെറ്റായിരുന്നു. രാംധുൻ സംബന്ധിച്ച് ആ തിരുത്തൽ കൂടി നടന്ന ദിവസമാണ് 2024 ജനുവരി 22. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ ആ ദിവസം അയോധ്യയിലെ രാമക്ഷേത്രത്തിനുള്ളിൽ യഥാർത്ഥ രാമനെ പ്രാർത്ഥിക്കുന്ന ആ ഒറിജിനൽ ഭജൻ ആലപിക്കുകയുണ്ടായി. ഇതാണ് കറക്റ്റായിട്ടുള്ള തിരുത്ത്. ഇനി അങ്ങോട്ട് ഭാരതം പാടുന്ന രഘുപതി രാഘവ രാജാറാം എന്ന പ്രാർത്ഥനയിൽ പതീത പാവന സീതാറാം എന്ന വരിക്കു ശേഷം സുന്ദര വിഗ്രഹ മേഘശ്യാം ഗംഗാ തുളസി സാളഗ്രാം എന്നായിരിക്കും ഉണ്ടാവുക. അതാണ് അയോധ്യാപതിയായ ശ്രീരാമചന്ദ്രൻ്റെ ഭജന. സമകാലികമായ മറ്റൊരു വിഷയവുമായി നേർക്കാഴ്ചയിൽ വീണ്ടും കാണാം. ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ, സൈനിങ് ഓഫ്.